നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രതിയിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുകയാണ്. നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. IB ഉദ്യോഗസ്ഥയുമായി സുഗാന്ത് രാജസ്ഥാനിലെ ഉദയപൂരിൽ 2 ദിവസം താമസിച്ചതായി പോലീസ് വെളിപ്പെടുത്തി. അന്വേഷണത്തിലാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. സുഗാന്ത് തന്നെയാണ് പോലീസിനോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇയാളുമായി അവിടെ തെളിവെടുപ്പ് നടത്തി പോലീസ്. ഇവർ താമസിച്ച ഹോട്ടലുകളിലും പോലീസ് എത്തി. 2 ഹോട്ടലുകളായി ഓരോ ദിവസം വീതം ഇവർ താമസിച്ചതിന്റെ വിശദാംശങ്ങൾ ഹോട്ടലിലെ രേഖകളിൽ നിന്നും പോലീസ് സംഘം കണ്ടെത്തുകയും ചെയ്തു. യുവതിയുമായി താൻ സൗഹൃദത്തിലായിരുന്നുവെന്നും അതിന്റെ ഭാഗമായിട്ടായിരുന്നു യാത്രകളെന്നും ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. രാജസ്ഥാനിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സുഗാന്തുമായി ഇന്നലെ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. യുവതിക്കൊപ്പം തമിഴ്നാട്ടിലും സുഗാന്ത് സന്ദർശനം നടത്തിയ പശ്ചാത്തലത്തിലാണ് അവിടെ തെളിവെടുപ്പിനായി പ്രതിയെ എത്തിച്ചത്. നിർണായക വിവരങ്ങളാണ് പ്രതിയിൽ നിന്ന് ഈ തെളിവെടുപ്പിനിടെയും ചോദ്യം ചെയ്യലിനിടെയും അന്വേഷണ സംഘത്തിന് കിട്ടുന്നത്. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. പ്രതി സുഗാന്തിൽ നിന്ന് IB ഉദ്യോഗസ്ഥയുടെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് കിട്ടി. ഇത് തുടരന്വേഷണത്തിൽ ഏറെ സഹായകവും നിർണായകവുമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തെളിവെടുപ്പിന്റെ അവസാന ഘട്ടമായ കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലഗ്രാം ചാറ്റ് അടക്കമുള്ള നിർണായക വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള ചാറ്റിംഗ് വിവരങ്ങൾ സുഗാന്തിനെ കാണിച്ചുകൊണ്ടുള്ള വിവരശേഖരണവും ചോദ്യം ചെയ്യലും നടന്നു. ഇതിനിടെയാണ് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഫോണിന്റെ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് സുഗാന്തിൽ നിന്നും കിട്ടിയത്. സുഗാന്ത് തന്നെയാണ് ഈ ഒരു പാസ്വേഡ് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ചോദ്യം ചെയ്യുന്നതിനിടെ പാസ്വേഡ് അറിയാമെന്ന് സുഗാന്ത് സമ്മതിച്ചു. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പരസ്പരം എന്തെല്ലാം സംസാരിച്ചു, മരണത്തിനിടയാക്കിയ പ്രകോപനം എന്ത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സുഹൃത്തായ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സാഹചര്യം എന്താണ് എന്നറിയില്ല എന്ന് പ്രതി സുഗാന്ത് സുരേഷ് ആ ഒരു കാര്യത്തിൽ ആ ഒരു നിലപാടിൽ തന്നെ സുഗാന്ത് ഇപ്പോഴും നിൽക്കുകയാണ്. അത് ആവർത്തിക്കുകയാണ്. യുവതി ആത്മഹത്യ ചെയ്ത ദിവസവും തമ്മിൽ വഴക്കിട്ടിരുന്നു. എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് സുഗാന്ത് പറയുന്നത്. തങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടെ യുവതിയുമായി വഴക്കിടാറുണ്ട്, പക്ഷെ സൗഹൃദത്തിലാകാറുമുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് എന്ന് അറിയില്ല എന്നാണ് സുഗാന്ത് പറയുന്നത്. കസ്റ്റഡിയിൽ കിട്ടിയ സുഗാന്തുമായി പേട്ട പോലീസ് തിരുവനന്തപുരത്ത് യുവതി താമസിച്ച ഫ്ളാറ്റിലും ചില ഹോട്ടലുകളിലും തെളിവെടുപ്പ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. ജോധ്പൂരിലെ IB ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചാണ് യുവതിയെ പരിചയപ്പെട്ടതും അടുപ്പമായതുമെന്നുമാണ് സുഗാന്ത് വെളിപ്പെടുത്തുന്നത്. പേട്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം മൂഴിയാലിൽ സുഗാന്ത് താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. IB ഉദ്യോഗസ്ഥ സുഗാന്തിനോടൊപ്പം നെടുമ്പാശ്ശേരിയിലെ വാടക വീട്ടിലെത്തിയതിനായി പോലീസിന് വിവരം കിട്ടിയിരുന്നു. എന്തായാലും ഇവരൊന്നിച്ച് താമസിച്ചിടം, ഇവരൊന്നിച്ച് പോയ ഇടങ്ങളിലെല്ലാം പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. വിവരങ്ങൾ സുഗാന്തിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥ മാർച്ച് 24 ചാക്ക റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ട്രെയിൻ തട്ടി മരിച്ചത്. ഇതിനു മുമ്പ് യുവതി അവസാനമായി ഫോൺ ചെയ്തത് സുഗാന്തിനെയായിരുന്നു. 8 സെക്കൻഡോളം ഫോണിൽ സംസാരിക്കുകയും പെട്ടെന്ന് റെയിൽവേ ട്രാക്കിലേക്ക്, അതായത് ട്രെയിൻ വന്നപ്പോൾ ഈ ഒരു ട്രെയിൻ മുന്നിലേക്ക് ചാടുകയുമാണ് ചെയ്തത് IB ഉദ്യോഗസ്ഥ. അപ്പോൾ ആ 8 സെക്കൻഡ് എന്താണ് സംസാരിച്ചത്, സുഗാന്തിനോടാണ് അവസാനമായി സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ചതെന്ന ചോദ്യമൊക്കെ ശക്തമായിരുന്നു. എന്നാൽ ഈ ആത്മഹത്യ ചെയ്യേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് സുഗാന്ത് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ തന്നെ സുഗാന്ത് ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ഈ ചോദ്യം ചെയ്യലിനിടെ പ്രതി നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇരുവരും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണെന്ന് ചോദ്യം ചെയ്യലിൽ സുഗാന്ത് പോലീസിനോട് പറഞ്ഞു. പലപ്പോഴായി യുവതിയുമായി പിണങ്ങാറുണ്ടെന്നും വീണ്ടും സൗഹൃദത്തിലാകുമെന്നും ഒക്കെയാണ് സുഗാന്ത് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തിന് മരണം തിരഞ്ഞെടുത്തു എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. ഫോൺ പരിശോധനയിലൂടെ ഇവരെന്താണ് അവസാനമായി സംസാരിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ആരോപണ വിധേയനായ സുഗാന്ത് കീഴടങ്ങുകയായിരുന്നു. നമുക്കറിയാം, 2 മാസത്തോളമാണ് സുഗാന്ത് ഒളിവിലായിരുന്നത്. സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലായിരുന്നു സുഗാന്ത് കീഴടങ്ങിയത്. പ്രതി കൂടുതൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തു, അതിനുള്ള തെളിവുകൾ ഉണ്ട് എന്നും പുറത്തുവന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ നിരീക്ഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നിഷേധിച്ചതോടെയാണ് പ്രതി കീഴടങ്ങുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനു മുന്നേ തന്നെ സുഗാന്തിന്റെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഈ സംഭവത്തിന് ശേഷം ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും മാതാപിതാക്കൾക്കൊപ്പമാണ് സുഗാന്ത് ഒളിവിന് പോയത്. അതിനുശേഷം കുറേ കാലം ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒരിടയ്ക്ക് മാതാവും പിതാവും വന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. മകൻ എവിടെയാണെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നു. പിന്നീട് ജാമ്യം നിഷേധിച്ചതോടെ സുഗാന്തും കീഴടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു.
മാത്രമല്ല സുഗാന്തിനോട് കീഴടങ്ങണമെന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നു. ഇപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തിന് തടസ്സമാകുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സുഗാന്ത് കീഴടങ്ങിയത്. കൊച്ചി DCP ഓഫീസിലായിരുന്നു സുഗാന്തിന്റെ കീഴടങ്ങൽ. മുമ്പ് ഫോണിൽ നിന്ന് ഇവരുടെ ടെലിഗ്രാം ചാറ്റുകൾ അടക്കം വീണ്ടെടുത്തിരുന്നു. ഇതിൽ യുവതിയെ സുഗാന്ത് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നതായി വ്യക്തമായിരുന്നു. ഫോൺ പരിശോധന വഴി യുവതിക്ക് പുറമെ മറ്റു പല പെൺകുട്ടികളെയും സുഗാന്ത് ചൂഷണം ചെയ്തുവെന്നും വ്യക്തമായിരുന്നു. മുമ്പ് ആത്മഹത്യ ചെയ്ത യുവതിയും സുഗാന്തും തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റുകൾ പുറത്തുവന്നു. ഇതിൽ സുഗാന്ത് യുവതിയോട് എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിക്കുന്നത് അടക്കമുള്ള ചാറ്റുകൾ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള തെളിവായി കോടതിയിൽ കാണിച്ചിരുന്നു. കൊച്ചി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥനാണ് സുഗാന്ത്. ഇയാൾക്കെതിരെ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. യുവതിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഇയാൾ 2 മാസത്തോളമാണ് ഒളിവിൽ പോയത്. അന്വേഷണ സംഘം പരിശോധിക്കുന്നു. IBയുടെ ഭാഗത്തു നിന്ന് അന്വേഷണം, പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം. മാത്രമല്ല 2 മാസത്തോളം പ്രതിക്ക് ഒളിവിൽ പോകാൻ സഹായകമായത് പോലീസിന്റെ വീഴ്ചയായിരുന്നു, അല്ലെങ്കിൽ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ കേസ് ഗൗരവമായി എടുത്തില്ല എന്നതടക്കമുള്ള ഒരു വിമർശനമൊക്കെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഈ കുടുംബം സുഗാന്തിനെതിരെ കൃത്യമായ തെളിവുകളുമായിട്ടാണ് സുഗാന്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത്. അതായത് ഇയാള് ഗർഭചിത്രം നടത്തി, അല്ലെങ്കിൽ മകളുടെ കയ്യിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട്, പണം വാങ്ങിയിട്ടുണ്ട്, ലൈംഗികമായും അതുപോലെ തന്നെ ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല, തെളിവുകൾ സഹിതമായിരുന്നു IB ഉദ്യോഗസ്ഥയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നത്. പക്ഷേ അത് വേണ്ട രീതിയിൽ ആദ്യം ഗൗരവത്തിൽ പോലീസ് എടുത്തില്ല. അതുകൊണ്ടാണ് സുഗാന്തിന് 2 മാസത്തോളം ഒളിവിൽ പോകാൻ കഴിഞ്ഞത് എന്ന വിമർശനമൊക്കെ ഒരു വശത്ത് ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ടിൽ, അന്വേഷണ റിപ്പോർട്ടിലൊക്കെ പോലീസിന് വീഴ്ച പറ്റി എന്നതടക്കമുള്ള വിമർശനമൊക്കെ ശക്തമായിരുന്നു. എന്തായാലും 2 മാസത്തിന് ശേഷം പ്രതിയെ കണ്ടെത്തിയില്ല, പകരം കീഴടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പ്രതിയുമായി തെളിവെടുപ്പ്, അതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ, ഈ ഒരു നടപടിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മകൾക്ക് നീതി കിട്ടണമെന്ന ആവശ്യവുമായി IB ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കൾ രംഗത്തുണ്ട്. അവർക്ക് നഷ്ടമായത് അവരുടെ ഏക മകളെ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടുക എന്നത് ന്യായമായ ആവശ്യമാണ്. ആ നീതിക്കായുള്ള ഓട്ടത്തിലാണ് ആ മാതാപിതാക്കൾ ആയിരിക്കുന്നത്. മാർച്ച് 24-നായിരുന്നു തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 9:30-യോടെ തിരുവനന്തപുരം പേട്ടയ്ക്കും ചാക്കയ്ക്കുമിടയിലെ റെയിൽപാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ തട്ടിയായിരുന്നു മരണം. 1 വർഷം മുമ്പായിരുന്നു ഇവർ എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. ജോലി കഴിഞ്ഞ് രാവിലെ 7-ന് വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയതായിരുന്നു. യുവതിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ഉദ്യോഗസ്ഥരുടെ കുടുംബം രംഗത്തെത്തിയത്. യുവതിയെ സുഗാന്ത് സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച കുടുംബം ഇതിനുള്ള തെളിവുകളും പോലീസിന് കൈമാറിയിരുന്നു. ഈ പോലീസിന് കൈമാറിയ തെളിവുകളെല്ലാം കൃത്യമായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു പോലീസ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും വിവാഹിതരാണെന്നും അത് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി നിർമ്മിച്ച സുഗാന്ത് യുവതിയെ ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചതായി കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ ജാമ്യ അപേക്ഷയിലൊക്കെ സുഗാന്ത് വ്യക്തമാക്കിയത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിന് തടസ്സമായിട്ട് നിന്നത് വീട്ടുകാരാണ് എന്നതടക്കമുള്ള ആരോപണമൊക്കെ സുഗാന്ത് ഉന്നയിച്ചിരുന്നു. അപ്പോൾ കോടതി തിരിച്ചു ചോദിച്ചത്, താങ്കൾക്കൊപ്പം ജീവിച്ച പെൺകുട്ടി എങ്ങനെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടു, അതിന്റെ ഉത്തരം പറയേണ്ടത് താങ്കളാണ് എന്നതടക്കമുള്ള പ്രതികരണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയത്. ഗർഭചിത്രം നടത്തിയതിനു ശേഷമാണ് സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് വിവരം. പെൺകുട്ടിയുടെ അമ്മയോടാണ് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് സന്ദേശം അയച്ചത്. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുവതി ആത്മഹത്യയും ചെയ്തു. യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് പലതവണയായി പണം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ മാറ്റിയത്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് സുഗാന്തിനെതിരെ കേസെടുത്തത്. തമിഴ്നാട്ടിലെ തെളിവെടുപ്പ് അടക്കം അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു. രാജസ്ഥാനിലും തെളിവെടുപ്പ് നടത്തി. ഇനി എന്തായാലും മാത്രമല്ല ഇവിടെ തിരുവനന്തപുരത്തും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.